നമസ്കാരം. സംസ്ഥാനത്തെ റെയിൽ റോഡ് ഗതാഗത മേഖലയിൽ വൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തവണത്തെ കേരള ബജറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുന്ന പദ്ധതിയും ഉൾപ്പെടുന്നുണ്ട്. ദേശീയപാത വികസനത്തിനൊപ്പം MC റോഡും മാറുന്നത് ഈ മേഖലയിലെ ഗതാഗത സൗകര്യത്തിൽ വൻ കുതിപ്പാകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിനായി കിഫ്ബി വഴി 5217 കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി K. ബാലഗോപാൽ പറഞ്ഞു. വീതി കൂട്ടൽ മാത്രമല്ല, ബൈപ്പാസുകളും പദ്ധതിയുടെ ഭാഗമായുണ്ട്. MC റോഡിലെ ഗതാഗത കുരുക്ക് ഏറിയ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ എന്നീ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ വികസന പദ്ധതിയും ഉണ്ട്. അതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. കൊട്ടാരക്കര ബൈപ്പാസ് നിർമ്മാണത്തിനായി 110.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. ഫെബ്രുവരി 1 മുതൽ മെഡിസെപ്പ് 2.0 നടപ്പിലാക്കും. ഇതുവഴി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. ക്യാൻസർ, കുഷ്ഠ, എയ്ഡ്സ്, ക്ഷയബാധിതരുടെ പെൻഷനിൽ 1000 രൂപയുടെ വർധനവുണ്ട്. പുതിയ മെഡിക്കൽ കോളേജുകൾക്കായി 57 കോടി രൂപ അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ആരോഗ്യ മേഖലയ്ക്കായുള്ള ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. കാരുണ്യ പദ്ധതിക്കായി 900 കോടി രൂപ വകയിരുത്തി. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 200 കോടിയുടെ വർധനവാണിത്. വയോധികർക്കായി ന്യൂമോണിയ പ്രതിരോധ വാക്സിനായി 50 കോടിയും വകയിരുത്തലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ടിനായി 12 കോടി രൂപയുണ്ട് ബജറ്റിൽ. ക്യാൻസർ ചികിത്സയ്ക്കായി ആകെ 203 കോടിയാണ് വകയിരുത്തൽ. മലബാർ ക്യാൻസർ സെന്ററിന് 50 കോടിയും കൊച്ചി ക്യാൻസർ സെന്ററിന് 30 കോടിയും RCCക്ക് 90 കോടിയും വകയിരുത്തി. മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ചികിത്സയ്ക്ക് 30 കോടി വകയിരുത്തി. ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് 3 കോടിയും ഔഷധിക്ക് 2.3 കോടിയും പ്രഖ്യാപിച്ചു. ആർദ്രം മിഷൻ രണ്ടാം ഘട്ടം 70.92 കോടി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി സർക്കാർ 8000 കോടി ചെലവഴിച്ചുവെന്നും ധനമന്ത്രി K. ബാലഗോപാൽ ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു. സമീപ വർഷങ്ങളിൽ ബജറ്റ് വിഹിതത്തെക്കാൾ കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിച്ചുവെന്നത് ഈ മേഖലയ്ക്ക് സർക്കാർ നൽകുന്ന മുൻഗണനയെയും പ്രസ്തുത മേഖലയിലെ മികവിനെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും K. ബാലഗോപാൽ പറഞ്ഞു. ഈ ഘട്ടത്തിൽ സ്കൂൾ മേഖലയ്ക്ക് അനുവദിച്ച 8719.14 കോടി രൂപയിൽ 8020 കോടി രൂപയും ചെലവഴിക്കാൻ സാധിച്ചു കഴിഞ്ഞുവെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായും പിന്തുണ നിലനിർത്തുന്നതിനായും ഇതിനൊപ്പം തന്നെ 1128.71 കോടി രൂപ വകയിരുത്തുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി മുഖേന 2565 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയ്ക്കായി 167 കോടി രൂപ പദ്ധതിയിൽ വകയിരുത്തുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. തടസ്സരഹിത വിദ്യാഭ്യാസത്തിനായി 11 കോടി രൂപ വകയിരുത്തുന്നു. അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 56.25 കോടി രൂപ. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. ഇവ തുടരുന്നതിനായി ആകെ 102.64 കോടി രൂപ ഈടാക്കി. അധ്യാപകരുടെ ശാക്തീകരണത്തിനായി 10 കോടി രൂപയാണ് വകയിരുത്തുന്നത്. സ്കൂളിലെ മാലിന്യ സംസ്കരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ആധുനികവൽക്കരണ പാതയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് 42 കോടി രൂപ വകയിരുത്തുന്നു. സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്കായി 180.34 കോടി രൂപ വകയിരുത്തി. ഇതിൽ എയ്ഡഡ്, സർക്കാർ LP, സർക്കാർ UP സ്കൂളുകളെല്ലാം 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകുന്നതിനായുള്ള കൈത്തറി ഡയറക്ടറേറ്റ് പദ്ധതിക്കുള്ള 70 കോടി രൂപയും ഉൾപ്പെടുന്നുണ്ട്.